അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവം. ഇതിന്റെ പുറത്തെ ഉള്ളി കാച്ചിട്ടുണ്ടല്ലോ, കിട്ടില്ല സംഭവമാണത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ റെസിപ്പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലൻ ഈസി കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഉണ്ടെങ്കിൽ ഈ കിടിലൻ കറി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പൊ ചപ്പാത്തിക്ക് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ചിക്കൻ കറി തീർന്നു എന്ന് വിചാരിക്കുക. ചപ്പാത്തി കുറേ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ദേ ഈ കറി ഉണ്ടാക്കിയാൽ മതി. ഈസിയാണ്. ഒരു ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും മാത്രം മതി. പിന്നെ നമുക്ക് സാധാരണ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് കിടിലനായിട്ടുള്ള ഈ കറി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, ചോറിന് ഉപയോഗിക്കാം, അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. എങ്ങനെ വേണേലും കഴിക്കാം അല്ലെ, ഏതിന്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പോ പക്ഷെ ഇവിടെ നമ്മൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കറി എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. സാധാരണ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കാറുള്ളത്. പക്ഷെ ഏതിന്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ടേ എന്നൊന്ന് കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങ്, ഇത് ഒരു ഉരുളക്കിഴങ്ങാണ് നമ്മൾ തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു സവാള നുറുക്കിയത്, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വറുക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു 4-5 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 2-3 ചുവന്നുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തതാണ് ഇത് കേട്ടോ. ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും വേവിക്കാൻ ആവശ്യമായ വെള്ളം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും ഉള്ളിയും കൂടി ഇടാണ്. ഇട്ടിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വറുക്കുക. തേങ്ങ ഇപ്പോൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് ആണ് ഇനി ബാക്കി വറക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത കറിവേപ്പിൽ നിന്ന് അതേ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് എടുത്തിട്ട് ഇതേ തേങ്ങയിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. തേങ്ങയിലിട്ടു. ഇനി എന്തൊക്കെയാണെന്ന് വേണ്ടേ? മുളക്, മല്ലി, മഞ്ഞൾ. ഓക്കെ, 1/2 ടീസ്പൂൺ മഞ്ഞളിട്ടു. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, പതുക്കെ ഒന്ന് മൂത്ത് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് വറക്കണം അല്ലേ. ഒന്നുകൂടി ഒന്ന് പച്ചമണം ഒന്ന് പോണ വരെ. ഇപ്പൊ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഒരുപാട് വറുക്കില്ല, നമ്മളൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കില്ല കേട്ടോ. ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് ബ്രൗൺ കളർ മാത്രമേ ആക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ തേങ്ങ വറുക്കുന്ന അത്രയും ബ്രൗൺ ആക്കിയിട്ട് നമ്മൾ വറുക്കില്ല. അതേ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ ആയിട്ടുള്ളൂ. ഇത് തേങ്ങ ഒട്ടും തന്നെ ബ്രൗൺ ആയിട്ടില്ല. ശരിക്കും ചെറുതായിട്ടൊന്ന് വറുക്കാൻ തുടങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. എല്ലാം ഒന്ന് വാടി വന്നു അല്ലേ. അത്രേ ഉള്ളൂ. അത്രയും ചൂടായി മതി അല്ലേ. ഇനി ഇത് അരച്ചെടുക്കണം അല്ലേ മേ. വറുത്ത തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. എത്ര വെള്ളം ഒഴിക്കണം? വെള്ളം ഒഴിച്ചോളൂ, അരയണം. വിധത്തിലുള്ള വെള്ളം ഒഴിച്ചോളൂ, കുഴപ്പമില്ല. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം അല്ലേ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി നമ്മളിത് അരച്ചിട്ട് വരും. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, തേങ്ങ ദേ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ടുണ്ട് അല്ലേ. നല്ല മയമായിട്ട് അരക്കണ്ടേ? മയമായിട്ട് അരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വേറൊരു പാത്രം വെച്ചു. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കാൻ വേണം. ഒരു ഉരുളക്കിഴങ്ങാണ് നമ്മൾ നുറുക്കി എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടു. സവാള. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങൾ ചതച്ച് വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്തു. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. പിന്നെ നമ്മൾ ഈ അരച്ച തേങ്ങ അതും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇനി ഉപ്പ് ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം അല്ലേ. മതി, ഇത്രയും മതി. ഇനി
അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് റെഡിയായി ലെവലായി. ഇനി കുറച്ചും കൂടി ഒഴിക്കാനുണ്ട്, ഒരു സംഭവം കൂടി. വെളിച്ചെണ്ണ കുറച്ച് ഒരു സ്വല്പം ഒഴിക്കും. ഇതിൽ നമ്മളിപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പിന്നെ ചതച്ചു വെച്ചത് ചേർത്തു, പിന്നെ തേങ്ങ അരച്ചുകൊണ്ട് വന്നത്, എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ചേർത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ കറി തിളച്ച് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് അല്ലേ? ഈ പരുവത്തിലാണ്. അപ്പം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു പരുവാണിത് അല്ലേ? നല്ല അടിപൊളിയായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ ടേസ്റ്റ് നമ്മൾ വേറൊരു ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പൊടിക്കൈ കൂടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, ഇത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് നമ്മൾ ഇതിന്റെ പുറത്തുകൂടി ഇങ്ങനെ ഒഴിക്കാൻ പോകണം. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് കൂട്ടാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണിത്. ആരും മിസ് ചെയ്യരുത്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അടിപൊളി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവം. ഇതിൻ്റെ പുറത്തെ ഉള്ളി കാച്ചിട്ടുണ്ടല്ലോ, കിട്ടില്ല സംഭവമാണത്. എല്ലാവരും തീർച്ചയായും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കറിയാണ്, ആരും മിസ് ചെയ്യരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.